10,000 സബ്സ്ക്രൈബേഴ്സ് തികയാത്തവർക്ക് പ്രൊഡക്റ്റ് ടാഗ് ഫീച്ചർ ലഭിക്കില്ലേ? ഇങ്ങനെ ഒരു ഡൗട്ടെല്ലാം നമുക്കിപ്പോൾ ഒരു കമൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എങ്ങനെയുള്ളവർക്കാണ് ഈ പ്രൊഡക്റ്റ് ടാഗ് എല്ലാം ലഭിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ലഭിക്കാത്ത ചാനലുകൾ ഏതൊക്കെയാണ്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് യുവർ കണ്ടന്റ് ഓഡിയൻസ് ഈസ് സെറ്റ് ആസ് മെയ്ഡ് ഫോർ കിഡ്സ്. അതായത് നമ്മുടെ ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ആ ഒരു കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രൊഡക്റ്റ് ടാഗ്സ് ഒന്നും തന്നെ വർക്കാകില്ല. അതായത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഒന്നും തന്നെ ടാഗ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അടുത്തതായി യുവർ കണ്ടന്റ് ഹാസ് എ കോപ്പിറൈറ്റ് ക്ലെയിം എഗെയിൻസ്റ്റ് ഇറ്റ്. അതായത് നമുക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം ഉണ്ട് എങ്കിൽ ആ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് ഇതുപോലെ ഈ പ്രൊഡക്റ്റ് ടാഗ് ഒന്നും തന്നെ വർക്കാകില്ല എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ഇത് ലിമിറ്റഡ് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ അർഹമല്ലാത്ത തരത്തിലുള്ള ഇങ്ങനെയുള്ള കണ്ടന്റ് എല്ലാം ആണെങ്കിൽ ഇതിനും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യുവർ കണ്ടന്റ് ഇൻക്ലൂഡ്സ് എ റവന്യൂ ഷെയറിംഗ് ട്രാക്ക് ഫ്രം ക്രിയേറ്റർ മ്യൂസിക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്രിയേറ്റർ മ്യൂസിക്കിൽ നിന്നും ഇതുപോലെ ഒരു റവന്യൂ ഷെയറിംഗ് ട്രാക്ക് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള, അതായത് നമുക്ക് ക്രിയേറ്റർ മ്യൂസിക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. ഇങ്ങനെ നിങ്ങൾക്ക് അധികം താമസിയാതെ ക്രിയേറ്റർ മ്യൂസിക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ഇങ്ങനെ റവന്യൂ ഷെയറിംഗ് ട്രാക്ക്, അതായത് ഇത്തരത്തിലുള്ള മ്യൂസിക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ചാനലുകൾക്കും അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് ടാഗ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തതായി ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യുവർ വ്യൂവർ ഈസ് നോട്ട് ആൻ എലിജിബിൾ കൺട്രി ഓർ റീജൻ. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ വീഡിയോ ഇത് കാണുന്നത് പല ഭാഗത്തു നിന്നെല്ലാം ആളുകൾ കാണാറുണ്ട്. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ഫീച്ചർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു റീജിയണിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്നെല്ലാമാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എങ്കിൽ അവർക്ക് ഈ ടാഗ് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. കാരണം ഇത്തരത്തിൽ അവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഇത് പർച്ചേസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളെല്ലാം വരും. കാരണം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് അടുത്ത രാജ്യത്തേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയെല്ലാം വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യുവർ വ്യൂവർ ഈസ് വാച്ചിങ് യുവർ കണ്ടന്റ് ഓൺ എ മൊബൈൽ ബ്രൗസർ ഓർ സ്മാർട്ട് ടി വി ഓർ ഗെയിം കൺസോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്യൂവർ അവർ ഒരു മൊബൈൽ ബ്രൗസർ യൂസ് ചെയ്തെല്ലാമാണ് ഇത്തരത്തിൽ അവർ ഈ ഒരു യൂട്യൂബ് വീഡിയോ എല്ലാം കാണുന്നത് എങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിച്ചു എന്ന് വരില്ല. അതുപോലെ സ്മാർട്ട് ടി വിയിലെല്ലാം ഇതുപോലെ വീഡിയോസ് എല്ലാം കാണുന്നവരുണ്ട്. അവർക്കും ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷൻ അവിടെ കാണിക്കില്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് യു ഹാവ് നോ അപ്രൂവ്ഡ് ഓർ ഇൻ സ്റ്റോക്ക് ഐറ്റംസ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാഗ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഇത് സ്റ്റോക്ക് ഒന്നും അവൈലബിൾ അല്ല എങ്കിലും ഇത്തരത്തിൽ ഈ ടാഗ് എല്ലാം തന്നെ ഒഴിവാക്കപ്പെടും, അല്ലെങ്കിൽ ഇത് കാണിക്കില്ല എന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഇനി യുവർ ടാഗ്ഡ് പ്രൊഡക്ട്സ് വേർ റിമൂവ്ഡ് ബൈ ദി ബ്രാൻഡ് ഓർ റീറ്റെയിലർ ഫോർ നോട്ട് മീറ്റിംഗ് ദെയർ ബ്രാൻഡ് നീഡ്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ഈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ റീറ്റെയിലർക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് അവർക്ക് ഇത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ ടാഗ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് റിമൂവ് ചെയ്യപ്പെടാമെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നതിന് വേണ്ടി ചില പ്രൊഡക്റ്റ് എല്ലാം സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു റീറ്റെയിലറിൻ്റെ ഇതിൻ്റെ ഒന്നും ഇൻഫർമേഷൻ, അതായത് ഇതിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ഒന്നും കാണുന്നില്ല എങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് താൽക്കാലികമായി അവൈലബിൾ അല്ല അല്ലെങ്കിൽ ഇപ്പോൾ അത് ലഭിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ തന്നെ അത്തരത്തിൽ ആ ഒരു പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് ടാഗ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ എനിക്ക് ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചൊരു കാര്യമാണ്. 10,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയെങ്കിൽ മാത്രമാണോ ഇത്തരത്തിൽ ഈ പ്രൊഡക്റ്റ് ടാഗ് എല്ലാം വർക്കാകുക എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടെല്ലാം ഉണ്ട്. കാരണം എൻ്റെ ഒരു ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചാനലിന് ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ടാഗ് ഫംഗ്ഷൻ അതെല്ലാം തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഈ ഒരു ചാനലിൽ ഇതിൽ 7,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാമാണ് ആയിട്ടുള്ളത്, അതായത് 10,000-ൽ താഴെ എല്ലാമാണ്. എന്നാൽ ഇതിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് ടാഗ് ഫംഗ്ഷൻ ഒന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം മെസ്സേജ് അയച്ചതുപോലെ 10,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം തികഞ്ഞവർക്കായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഇത് ലഭിക്കുന്നത്.
ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് ഇവിടെ സെർച്ച് ചെയ്തിട്ടൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് എല്ലാം വരികയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ അടുത്ത ഒരു വീഡിയോയിലെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം അവൈലബിൾ ആകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൺഫേം ചെയ്ത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എല്ലാം തരാം. എന്നാൽ ഇങ്ങനെ ഒരു ഡൗട്ട് എല്ലാം ഉണ്ട്. എൻ്റെ 10,000 തികഞ്ഞ ഒരു ചാനലിന് ഇതിന് ഇപ്പോൾ പ്രൊഡക്റ്റ് ടാഗ് ഫംഗ്ഷൻ ഇതെല്ലാം തന്നെ എനിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ചാനലിൽ ഇപ്പോൾ അത് സാധിച്ചിട്ടില്ല.